ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. നമുക്കിന്ന് ഇന്നലത്തെ ട്രേഡ് അപ്ഡേറ്റ് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. കാരണം വേറെ കുറച്ച് കാര്യങ്ങൾ തിരക്കിലായിട്ട് എനിക്ക് അതിന് ടൈം കിട്ടിയില്ല. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് ഓവറോൾ രണ്ടാഴ്ച ഫെബ്രുവരി 1 തൊട്ട് ഫെബ്രുവരി 13 വരെ ട്രേഡ് ചെയ്തിട്ട് ഞാൻ ഓവറോൾ ലോസ് ആണോ പ്രോഫിറ്റിലാണോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ തന്നെ ഞാൻ ഓവറോൾ ഒരു പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. അതായത് ഫെബ്രുവരി 1 തൊട്ട് ആകെ ഇത്രയും ദിവസം എടുത്തത് ആകെ 4 ട്രേഡാണ്. അങ്ങനെ എൻ്റെ സെറ്റപ്പിന് പ്രകാരം ഒരു ട്രേഡാണ് ഒരു ഡേയിലുള്ളൂ. അത് കിട്ടുകയാണെങ്കിൽ മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ അന്നത്തെ ദിവസം, അല്ലെങ്കിൽ ഞാൻ അന്നത്തെ ദിവസം ട്രേഡ് ചെയ്യുന്ന ആളല്ല. ഇന്നത്തെ ദിവസം ഇന്നലത്തെ ദിവസത്തെ ഒരു ട്രേഡും ബാക്കി എല്ലാ ദിവസവും ഏകദേശം ബ്രേക്ക് ഈവൻ ലെവലും ചെറിയൊരു ലോസിലാണ് ഞാൻ ട്രേഡ് നിർത്തിയത്. അല്ലെങ്കിൽ ഞാൻ ഫുൾ ലോസിൽ പോകും. എൻ്റെ സെറ്റപ്പ് പ്രകാരം വന്ന ആ ട്രേഡ് എടുക്കും. അപ്പം എൻ്റെ കണ്ടിന്യൂസ് ഒരു വിന്നിങ് സ്ട്രീക്കുള്ള ട്രേഡ് സെറ്റപ്പ് ഒന്നുമല്ല. എൻ്റെ സാധനം റിസ്ക് റിവാർഡാണ്. റിസ്ക് റിവാർഡ് ഫുള്ള് ആവണ വരെ ഞാൻ ഹോൾഡ് ചെയ്യും. അത് കിട്ടിയാൽ മാത്രമേ ഞാൻ എക്സിറ്റ് ചെയ്യുള്ളൂ. അത് കിട്ടിയില്ലെങ്കിൽ എക്സിറ്റ് ചെയ്യില്ല. ഒന്നല്ലെങ്കിൽ ബ്രേക്ക് ഈവനിൽ ഇറങ്ങും, അല്ലെങ്കിൽ ഞാൻ കൺസിഡർ ചെയ്തേക്കുന്ന ലോസിൽ ഇറങ്ങും. അതാണ് എൻ്റെ സ്ട്രാറ്റജിയും എൻ്റെ സെറ്റപ്പും. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ ഓവറോൾ ഈ ഒരാഴ്ചയായിട്ട് ഏകദേശം 8,000 റുപ്പീസ് പ്രോഫിറ്റിലാണ്. അത് 3 ലോട്ട്സ് ആണ് ഞാൻ എടുക്കുന്നത്. 3 ലോട്ട്സ് എടുക്കുക, 30 പോയിന്റ്സ് ടാർഗറ്റ് എടുക്കുക. അതെടുത്ത് കഴിഞ്ഞ് ഞാൻ എക്സിറ്റ് ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏറ്റവും 3 ലോട്ട്സ് എടുക്കാനുള്ള ക്യാപിറ്റൽ മാത്രമാണ് ഞാൻ അക്കൗണ്ടിൽ സ്റ്റോർ ചെയ്തിട്ടുള്ളൂ. അക്കൗണ്ടിൽ നിന്ന് ആ എമൗണ്ട് വേറൊരു ചെറിയൊരു എമൗണ്ട് നമ്മൾ ഓവർലാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്തെങ്കിലും നമ്മൾ ഉദ്ദേശിക്കാത്ത ലോസ് വന്നാൽ അത് കവർ ചെയ്യാൻ വേണ്ടി ആ എമൗണ്ട് ഇട്ടിട്ട് ബാക്കി ഓവറോൾ ലോസിൽ മാസം എത്തിക്കഴിയുമ്പോൾ ട്രേഡ് നിർത്താനുള്ള സെറ്റപ്പിലുമാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ ഒരു 3 to 10%, 5% ലോസ് വന്നാൽ ഞാൻ ആ മാസം ട്രേഡിങ് നിർത്തും. അപ്പം അങ്ങനെയാണ് നമ്മുടെ ട്രേഡിങ് സെറ്റപ്പ് പോകുന്നത്. ഇതാണ് ഇന്നത്തെ അപ്ഡേറ്റ്. ഇന്നലെ ജേണൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയില്ല, ഗ്രൂപ്പിൽ ഇടാനും പറ്റിയില്ല. ഓക്കെ, താങ്ക് യു.